ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമോ നമഃ. ഭാഗവതത്തിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് പരീക്ഷത്തിന്റെ ജനനത്തെ കുറിച്ചാണ്. സൂതന്റെ വാക്കുകളെല്ലാം അങ്ങനെ സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുകയാണ് ശൗനക മഹർഷി. അപ്പോൾ ഭഗവാൻ വ്യാസൻ മഹാഭാരതം രചിക്കുവാനിടയായ സാഹചര്യം ഒന്ന് ബോധ്യമാക്കി ഞങ്ങൾക്ക് തരണം. പിന്നീടും ജന്മനാ തന്നെ മായയുടെ ബന്ധനങ്ങളിൽ നിന്നും മുക്തനായ ശുഗൻ എന്തിനു വേണ്ടിക്കൊണ്ടാണ് ഭാഗവതം പഠിക്കുവാൻ ഒരുങ്ങിയത്. അപ്പോൾ ശൗനകന്റെ വാക്കുകൾ കേട്ട സൂതൻ അതിന് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. സർവമംഗളങ്ങളും പ്രദാനം ചെയ്യുന്ന ഭഗവാൻ നാരായണന്റെ ഗുണങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ട് വേണം ഒരുവൻ നിർഗുണ ബ്രഹ്മത്തിൽ ലയിക്കുവാൻ. അതുകൊണ്ട് തന്നെയാണ് സംഘനാശനകരമായ ഈ ചരിതങ്ങൾ മഹാമുനികന്മാർ പോലും പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ശ്രീശുകൻ മഹാഭാഗവതം പഠിക്കാനായിട്ട് അങ്ങ് തീരുമാനിച്ചത്. പിന്നീട് അദ്ദേഹം അതെന്ത് ചെയ്തു, അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പരീക്ഷിത്ത് മഹാരാജാവിനെ ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. മഹാഭാരത യുദ്ധത്തിൽ വീരയോദ്ധാക്കന്മാരെല്ലാം അങ്ങ് കൊല്ലപ്പെട്ടു. മാരുതിയുടെ ഗദാപ്രഹരം ഏറ്റുകൊണ്ട് വേദന സഹിക്കവയ്യാതെ മരണശയ്യയിൽ കിടക്കുന്ന ദുര്യോധനനെ കണ്ട് സങ്കടം സഹിക്കാനാവാതെ ദ്രോണന്റെ പുത്രനായ അശ്വത്ഥമാവ് എന്ത് ചെയ്തു, ഉറങ്ങുകയായിരുന്ന പാഞ്ചാലി പുത്രന്മാരുടെ എല്ലാം ശിരസ്സറുത്ത് കളഞ്ഞു. അപ്പോൾ പുത്രദുഃഖത്താൽ വിവശയായിട്ട് പാഞ്ചാലിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇന്ദ്രപുത്രൻ ബ്രഹ്മാസ്ത്രത്താൽ അങ്ങ് അശ്വത്ഥമാവിനെ അങ്ങ് ബന്ധിച്ചു. അപ്പോൾ ബന്ധനസ്ഥനായ അശ്വത്ഥമാവിനെ വധിക്കുവാനായിട്ട് വേണ്ടി ഭീമൻ അങ്ങ് തയ്യാറെടുത്തു. പക്ഷേ ഗുരുവിനോടുള്ള ഭക്തിയും ദ്വിജന്മാരോടുള്ള ആദരവും കണക്കാക്കിക്കൊണ്ട് പാഞ്ചാലിയും യുധിഷ്ഠിരനും അവനെ വിട്ടയക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ പാഞ്ചാലിയുടെ മനസ്സിൻ്റെ ആ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അവന് തക്കതായ ശിക്ഷ എന്ത് നൽകണമെന്ന് അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഉപദേശാനുസരണം അർജുനൻ അശ്വത്ഥമാവിനെ ശിഖാമുണ്ഡനം ചെയ്യിച്ചുകൊള്ളൂ. അതിനുശേഷം ചൂടാരത്നം ചൂടിനെടുത്ത് ബന്ധനമഴിച്ച് അങ്ങ് വിട്ടേക്കും. അത് മതി, വേറെ ഒന്നും വേണ്ട, അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുകയും ചെയ്തു. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച എല്ലാവർക്കും പാണ്ഡവരെ കൊണ്ട് മരണാനന്ദ ക്രിയകളെല്ലാം ചെയ്യിച്ച ശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് തിരികെ പോരുകയായിരുന്നു. പാണ്ഡവ പക്ഷത്ത് ആരും തന്നെ അവശേഷിച്ചിരുന്നില്ല. വംശത്തിൻ്റെ എന്നോണം ഉത്തരയുടെ ഗർഭത്തിൽ വളരുന്ന കുഞ്ഞിനെ പോലും നശിപ്പിക്കുവാനായിട്ടാണ് അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചത്. ഭയചകിതയും നിരാലംബയുമായ ഉത്തരയെ ഭഗവാൻ വാസുദേവൻ അങ്ങ് അഭയം നേകി. ഭഗവാൻ സ്വമായയാൽ തന്നെ ആ ഗർഭത്തെ അങ്ങ് മറച്ചു വെക്കുകയാണ് ചെയ്തത്. ദ്വാരകയിലേക്ക് മടങ്ങുവാൻ തയ്യാറെടുക്കുന്ന ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ പുത്രന്മാരോടൊപ്പം വീണ് കുന്തി ദേവി അങ്ങ് പറഞ്ഞു, ഭഗവാനെ, അവിടെ നിന്ന് എൻ്റെ സന്താന സമൂഹത്തെ എല്ലാം രക്ഷിക്കുവാനായിട്ട് എന്തെല്ലാം ദുഃഖങ്ങളാണ് സഹിച്ചത്. സർവ ദുഃഖങ്ങളിലും ദയാകടാക്ഷം ഞങ്ങളുടെ മേൽ ചൊരിയുന്ന ബന്ധുവത്സലനായ അങ്ങയെ വേർപെട്ടാൽ അതെൻ്റെ പുത്രന്മാരെ അന്ധരാക്കി മാറ്റുമെന്നത് അങ്ങയ്ക്ക് അറിയത്തില്ലേ? സർവജ്ഞനായ അവിടുന്ന്
ഞങ്ങളുടെ സർവ്വ അപരാധങ്ങളും എല്ലാം ക്ഷമിച്ച് അല്പകാലം കൂടി ഞങ്ങളോടൊപ്പം അങ്ങ് വസിക്കണം. കുന്തി ദേവിയോടൊപ്പം പുത്രന്മാരും ഇതേ ആവശ്യം ഭഗവാനോട് പറയുകയാണ്. ഒടുവിൽ അവരുടെ നിർബന്ധത്തിന് മുന്നിൽ ഭഗവാന് വഴങ്ങേണ്ടി വന്നു. പിന്നീട് യുധിഷ്ഠിരൻ ഗതാകാലാനുഭവങ്ങളെല്ലാം ഓർത്ത് അത്യധികം ദുഃഖിതനായിട്ട് അങ്ങനെ കാണപ്പെട്ടു. രാജ്യമോഹം കാരണം എത്ര പേരാണ് പ്രാണൻ വെടിഞ്ഞതെന്ന് ചിന്ത അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. ഭഗവാൻ ശ്രീകൃഷ്ണൻ വിചാരിച്ചിരുന്നെങ്കിൽ ഈ യുദ്ധം പോലും ഒഴിവാക്കാമായിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ അങ്ങ് അലട്ടിക്കൊണ്ടേയിരുന്നു. യുധിഷ്ഠിരൻ്റെ മനോവ്യതകളെല്ലാം മനസ്സിലാക്കിയ ഭഗവാൻ അദ്ദേഹത്തെയും മറ്റു പാണ്ഡവരെയും എല്ലാം കൂട്ടി ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മാചാര്യൻ്റെ മുന്നിലെത്തി. ആചാര്യൻ യുധിഷ്ഠിരൻ്റെ മനസ്സിലെ സന്ദേഹങ്ങളെല്ലാം അകന്ന് ശാന്തി കൈവരിക്കുമാറ് ധർമ്മോപദേശമെല്ലാം നൽകി അവർക്ക് സർവമംഗളങ്ങളും അർപ്പിക്കുകയും ചെയ്തു. പിന്നീട് സ്വച്ഛന്ത മൃത്യു വരിക്കുവാനായിട്ടുള്ള വരവും അദ്ദേഹത്തിന് നൽകിയിരുന്നു. അദ്ദേഹം അത് പിന്നീട് ഭഗവാനെ കണ്ട മാത്രയിൽ തന്നെ ദേഹത്യാഗം ചെയ്തു. ഈ സമയത്താണ് വിഷ്ണു സഹസ്രനാമം ഇവിടെ ആലപിക്കുന്നത്. അത് ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമം കേട്ട മാത്രയിൽ തന്നെ അത് മുഴുവനാക്കുന്ന ആ സമയത്ത് ഭീഷ്മാചാര്യർ ദേഹത്യാഗം ചെയ്യുകയും ചെയ്തു. ഭഗവാൻ ഭീഷ്മരുടെ ആത്മശാന്തിക്കായിട്ട് പാണ്ഡവരെ കൊണ്ടെല്ലാം ശേഷക്രിയകൾ ചെയ്യുകയും ചെയ്യിപ്പിച്ചു. ഒടുവിലോ ഹസ്തിനപുരത്തിലെത്തിയ പാണ്ഡവന്മാർ രാജ്യഭാരം ഏറ്റെടുക്കുകയും യഥാവിധി രാജ്യം പരിപാലിക്കുകയും ചെയ്തു. ഭഗവാന്റെ ഉപദേശാനുസരണം അവർ ഹിമാലയത്തിലെത്തുകയും അവിടെ നിന്നും ലഭിച്ച നിധിയാൽ അശ്വമേധ മഹായജ്ഞം നടത്തുകയും എല്ലാം ചെയ്തു. 4-5 മാസം അവരോടൊപ്പം സന്തോഷപൂർവ്വം വസിച്ച ശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് അങ്ങ് മടങ്ങി. ഈ വേളയിലാണ് ഭഗവാൻ സ്വമായയാൽ രക്ഷിച്ച കുഞ്ഞിന് ഉത്തര ജന്മമേകുന്നത്. ബ്രഹ്മാസ്ത്രത്തെയും മായയെയും പരീക്ഷിച്ചതിനാൽ ആ കുഞ്ഞിന് പരിശുദ്ധ എന്ന പേര് ലഭിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ബാക്കി ഭാഗം പിന്നീട് നമുക്ക് മനസ്സിലാക്കാം.